ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മുടെ തീരുമാനങ്ങൾ തെറ്റായിപ്പോയ ചന്ദ്രു. തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. എന്നാലും ഈ കാര്യത്തിൽ നമ്മുടെ നിലപാട് തുറന്നു പറയുക തന്നെ വേണം. എനിക്കത് ഭ്രാന്ത് പിടിച്ചിരിക്കാം. എങ്ങനെ ഭ്രാന്ത് പിടിക്കാതിരിക്കും? അത്രയ്ക്കുണ്ടല്ലോ ചെയ്തു കൂട്ടിയ മഹാപാപങ്ങള്. എന്റെ കുഞ്ഞിന് വിഷം കൊടുത്ത് കൊന്നവളാ നീ. ഇപ്പൊ നിരപരാധിയായി എന്റെ സഹോദരനെ കൊലപാതകയാക്കി. കുറുപ്പിന്റെ കുടുംബത്തോടുള്ള പക ഇതുവരെ നിനക്ക് തീർന്നില്ലേ? നിർത്തടി. വെള്ളപൂശാൻ വന്നിരിക്കുന്നു. സഹോദരനാണത്ര. അടിപിടിയും അക്രമവും പിടിച്ചുപറിയും ഒക്കെ ആയിട്ട് തെരുവ് തെണ്ടി നടന്നൊരു ഗുണ്ടയായിരുന്നില്ലേ നിന്റെ സഹോദരൻ? എന്നെ തട്ടിക്കൊണ്ടുപോയി നശിപ്പിക്കാൻ വരെ ശ്രമിച്ച ഒരു ആഭാസനാണ് അവൻ. എന്നിട്ട് എന്തിനാ നീ എന്റെ ഏട്ടനെ ഭർത്താവാക്കിയത്? വിറ്റഴിയ ചരക്കായതുകൊണ്ടാണോ? ബോധം കെട്ടതുപോലെ കിടന്ന് എന്റെ ഏട്ടനെ കൊണ്ട് താലി കെട്ടിച്ച് സൂത്രശാലി അല്ലേടി നീ? ആ നിനക്ക് എന്ത് മാന്യതയാണ് അവകാശപ്പെടാനുള്ളത്? ഒരു പാവം മനുഷ്യനെ അരുങ്കുല ചെയ്തിട്ട് നിരപരാധി ചമഞ്ഞ് നിയമത്തെ വെട്ടിച്ച് നടന്ന ഒരുത്തനല്ലേടി നിന്റെ സഹോദരൻ? അതിനേക്കാളും എന്തുകൊണ്ട് മാന്യത ഉണ്ടടി ഈ വന്ദനയ്ക്ക്. നീ നോക്കിക്കോ, അയാൾക്ക് മരണശിക്ഷ വാങ്ങിച്ചു കൊടുക്കാതെ ഞാൻ പിന്മാറില്ല. ഓ പിന്നെ കോടതിയും വധശിക്ഷയൊക്കെ നിന്റെ വരുത്തില്ലല്ലേ? ഏട്ടനെ ഒരു ചുക്കം ചെയ്യാൻ നിനക്ക് കഴിയില്ലടി. ഈ ജന്മം നിനക്കിനി ജഗനെ ഭർത്താവായിട്ട് കിട്ടാനും പോകുന്നില്ല. ഹരിതയുടെ വാക്കായത്. ഇത് മരണവീടോ കുടുംബ കോടതിയോ? മകളുടെയും മരുമകളുടെയും വാദം കേട്ട് തീർപ്പ് കൽപ്പിക്കേണ്ട വിധികർത്താക്കളാണോ മാധവനും ചന്ദ്രികയും? മരണ വീട്ടില് പാലിക്കേണ്ട മര്യാദ പരമാവധി പാലിച്ചവളാ ഹരിത. ഇവിടെ ജയിലും കോടതിയും വാദപ്രതിവാദങ്ങളും ഒക്കെ ക്ഷണിച്ചു വരുത്തിയത് വന്ദനയാച്ച. വന്ദനയുടെ ജീവിതത്തോടൊപ്പം ദിയമോളെ കൂടെ ഏറ്റെടുത്തവനാ എന്റെ ഏട്ടൻ. നിരപരാധിയായ ആ മനുഷ്യന്റെ കയ്യിൽ വിലങ്ങണിയിച്ചത് ഈ നിൽക്കുന്ന വന്ദനയാ. എന്താ മറുപടി പറയാൻ അച്ഛന് വാക്കുകളില്ലേ? ദോഷജാതകക്കാരിയെന്ന് മുദ്രകുത്തി സമൂഹം മാറ്റി നിർത്തിയതാ ഈ വന്ദനയെ. അന്ന് വന്ദനയ്ക്ക് ഒരു താലിയും സർവ്വ സൗഭാഗ്യങ്ങളും വെച്ച് നീട്ടിയതാ രാജീവ് സാറ്. വന്ദനയ്ക്ക് ഇന്നും എന്നും ദൈവതുല്യനാണ് രാജീവ് സാറ്. ആ മനുഷ്യന്റെ മരണത്തിന് കാരണക്കാരനായ ഒരുത്തൻ സ്വന്തം ഭർത്താവായാലും മാപ്പ് കൊടുക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ തെറ്റുകാരിയാണെങ്കിൽ അച്ഛന് എന്ത് ശിക്ഷയും വിധിക്കാം. എന്താ അമ്മയ്ക്കൊന്നും പറയാനില്ലേ? മോളെ, നിന്റെ അവസ്ഥ കണ്ട് ഒരുപാട് കണ്ണീരൊഴിക്കേണ്ടി വന്ന ഒരു പെറ്റമ്മയാ ഞാൻ. അപ്പോഴൊക്കെയും നിനക്ക് താങ്ങും തണലുമായി നിന്ന് ജഗനെ മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. ജഗൻ കുറ്റവാളിയാണെന്ന് അമ്മ വിശ്വസിക്കുന്നില്ല. മാധവേട്ടനോ അതിന് കഴിയില്ല. എനിക്കും ജഗൻ മനഃപൂർവ്വം ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് എന്റെ വിശ്വാസം.
പല മനുഷ്യർക്കും പുറമേ കാണുന്ന മാന്യതയും സൗമ്യതയൊന്നും അകമേ കാണാറില്ല. വെളുത്തതെല്ലാം പാലല്ല. അതുകൊണ്ട് ആരെയും കൂടുതലങ്ങ് വിശ്വസിക്കാനും പാടില്ല. നമ്മുടെ തീരുമാനങ്ങൾ തെറ്റായി പോയ ചന്ദ്രു. തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. എന്നാലും ഈ കാര്യത്തിൽ നമ്മുടെ നിലപാട് തുറന്നു പറയുക തന്നെ വേണം. അല്ലെങ്കിൽ അത് പാവം ജഗനോട് ചെയ്യുന്ന നന്ദികേടായിരിക്കും. ഇനി അന്തിമ വിധി ദൈവം തന്നെ തീരുമാനിക്കട്ടെ. കഴിക്കുന്നേ ആട്ടെ, അമ്മൂന്റെ വീട് എവിടെയാ? ഏയ് പയ്യെ പയ്യെ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. ആവണിക്കല്ല് ചുമ വന്നു, അതുകൊണ്ടാ. ആവണിക്കല്ല് കൊള്ളാം, ഒരു ഓണപ്പാട്ട് പോലെ. അല്ല, ഇത് ഏത് ജില്ലയിലാ? തൃശ്ശൂര്. പക്ഷെ കൊച്ചിന് തൃശ്ശൂര് ഭാഷാ ശൈലി ഒന്നും ഇല്ലല്ലോ. ഓ അതല്ലേ, ഞാൻ വളർന്നതും പഠിച്ചതും ഒക്കെ കൊല്ലത്ത് ചാത്തന്നൂരാ. അതാ ഇത്ര ശുദ്ധമായ ഭാഷ കിട്ടിയത്. ഓ ഓക്കെ. അച്ഛനും അമ്മയൊക്കെ? അച്ഛനും അമ്മയും പ്രണയിച്ച് കല്യാണം കഴിച്ചവരാ. അതറിയാം, ഒരു കുടുംബം തകർത്ത് നശിപ്പിച്ചിട്ട് ഒളിച്ചോടി പോയവര്. സാറിപ്പ എന്താ പറഞ്ഞേ? ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. ഇപ്പൊ അച്ഛനും അമ്മ എവിടെയാ? അവര് രണ്ടുപേരും പോയി. എവിടെ? എബ്രോഡ്? അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊന്നും അല്ല, മരിച്ചു പോയെന്ന്. കടം കയറി രണ്ടുപേരും ആത്മഹത്യ ചെയ്തു. എന്താ വിശ്വാസമായില്ലേ? വേണമെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ്. അയ്യോ വേണ്ട, എല്ലാം വിശ്വാസം. മാനത്തെ കൊട്ടാ